ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂട്ട്സ്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ക്രിസ്മസിന് ബോട്ടിൽ ക്രാഫ്റ്റ് ഇല്ലാതെ എന്തൊരു ക്രിസ്മസ് ആഘോഷം. അപ്പോൾ ഇത്തവണ ഞാനൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളമുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സാൻഡയാണ്. അപ്പോൾ ഒരു ഉരുണ്ട ഷേപ്പിലുള്ള ബോട്ടിൽ നോക്കി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കളർ, ഒന്ന് റെഡും ഒന്ന് വൈറ്റുമാണ്. ഇപ്പോൾ റെഡ് കളറാണ് നമ്മൾ ഈ ബോട്ടിൽ അടിക്കാൻ പോകുന്നത്. അതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതിൻ്റെ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഞാനൊരു തവണ വൈറ്റ് പെയിൻറ്റ് അടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് റെഡ് പെയിൻറ്റ് തന്നെ അടിക്കാവുന്നതാണ്. ഒരു തവണ റെഡ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം അത് നല്ലത് ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത് ഒരു കോട്ട് കൂടെ റെഡ് കളർ അടിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ബേസായിട്ട് വൈറ്റ് കളർ ഒരു കോട്ട് അടിച്ച് അത് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒരു കോട്ട് റെഡ് കളർ അടിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പം ബോട്ടിലിനെ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പം ആദ്യം ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ കൊടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി വൈറ്റ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 തവണ സെയിം കളർ തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് മാത്രം. അപ്പം ഞാൻ വൈറ്റ് കളർ അടിച്ച് അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളറാണ്. ഒട്ടും തന്നെ വാട്ടർ യൂസ് ചെയ്യാണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് റെഡ് കളർ, നമ്മുടെ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സിൻ്റെ കളറായ റെഡ് കളറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേസ് കളറായിട്ട് വൈറ്റ് ചെയ്യുമ്പോൾ നല്ല കട്ടിയിലൊന്നും ചെയ്യണമെന്നില്ല. ജസ്റ്റ് എല്ലാവരുടെയും വൈറ്റ് കളർ സ്പ്രെഡ് ആകുന്ന രീതിയിൽ അടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം അതിൻ്റെ മുകളിൽ റെഡ് കളർ അടിക്കുക. അല്ലെങ്കിൽ വൈറ്റും റെഡും ഒക്കെ ഒരുമിച്ച് മിക്സായി ഇങ്ങ് പോരും. അപ്പം ഞാൻ അതിനെ ആ ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് റെഡ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാന്റാക്ലോസിൻ്റെ ഡ്രസ്സിൻ്റെ ബെൽറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബ്ലാക്ക് ഷീറ്റ് ക്രാഫ്റ്റ് പേപ്പറാണ്, ബ്ലാക്ക് കളറുള്ള ക്രാഫ്റ്റ് പേപ്പർ കട്ട് ചെയ്ത് ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബോട്ടിലിനെ ഒരു ബെൽറ്റ് രൂപത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളർ സ്ട്രിപ്സ് ഇല്ല, പേപ്പേഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് A4 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല ബ്ലാക്ക് കളർ തുണികളോ മറ്റോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് ഒട്ടിച്ചപ്പോൾ ബോട്ടിലിൻ്റെ ബാക്ക് വശം കവറായിട്ടില്ല. ആക്ച്വലി നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ കൂടെയും ഞാൻ ചെറിയൊരു പീസ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് ബാക്ക് ഭാഗം കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ഭാഗം കവർ ചെയ്യണമെന്നില്ല എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ബാക്കിൽ കൂടെ ചെറിയൊരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ബെൽറ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്നത് സാൻഡയുടെ ബെൽറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കലാപരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായി ഞാൻ ഗോൾഡൻ ലെറ്ററിങ്ങുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വയർ പീസ് ഈ ബെൽറ്റിന് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പാകത്തിന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. 2 ഭാഗത്തു നിന്നും ചെറുതായി കട്ട് ചെയ്ത് നടുവിലൂടെ അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തത് എന്ന്. ഇതുപോലെ നടുവിലൂടെ കട്ട് ചെയ്ത് നടുവിലും ഒരു സ്ക്വയർ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ നമുക്ക് ഈ ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായത് കുറച്ച് കോട്ടൺ ആണ്. സാന്റാക്ലോസിൻ്റെ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും വൈറ്റും ആണല്ലോ. അപ്പോൾ ആ വൈറ്റിന് വേണ്ടിയാണ് ഞാൻ കോട്ടൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു ജാക്കറ്റ് പോലെ അതിൻ്റെ അരുവശങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കോട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതൊരു ജാക്കറ്റ് പോലെ നമുക്ക് തോന്നുകയുള്ളൂ. എങ്കിലേ നമ്മുടെ സാന്റാക്ലോസിൻ്റെ രൂപത്തിന് കുറച്ചുകൂടെ സാമ്യമായി നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് സാന്റാക്ലോസിൻ്റെ രൂപം പോലൊക്കെ തോന്നുന്നുണ്ട്. സാന്റാക്ലോസ് ആ ജാക്കറ്റ് ഇട്ട ഒരു ഫീലാണ്. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ഫിനിഷിങ്ങും കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഗ്ലിറ്ററിങ് പേപ്പറിൻ്റെ നടുഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും ചെറിയ 2 പീസ് എടുത്ത് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ സ്റ്റിക്ക് ചെയ്യുക. എങ്കിലേ അത് നമുക്ക് ബെൽറ്റാണെന്ന് തോന്നുകയുള്ളൂ. ഇനി നമുക്ക് സാന്റാക്ലോസിൻ്റെ ഫേസിലേക്ക് കടക്കാം. അതിനായി ഞാനൊരു A4 ഷീറ്റിൽ സാന്റാക്ലോസിൻ്റെ മുഖം വരച്ചെടുത്തതാണ്. നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സാന്റാക്ലോസ് ഫേസ് എന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റിയ ഫേസസിൻ്റെ രൂപങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കി ഞാനൊന്ന് ചെറുങ്ങനെ ഒന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ ഞാനത് ബ്ലാക്ക് പെന്ന് കൊണ്ട് ഒന്നുകൂടെ അത് വരച്ചെടുക്കുകയാണ്. ഇതേ ഫേസ് തന്നെ വരച്ചെടുക്കണം എന്നില്ല. വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഇതുമുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ പെയിൻറ് ചെയ്ത് എടുക്കാം. ഞാനിത് കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റിലാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന രീതിയിലുള്ള സാന്റയുടെ ഫേസ് വരച്ചെടുക്കാം. കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായി വരച്ചെടുക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ഞാനും വരച്ചെടുത്തത്. ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊപ്പിയുടെ ഭാഗത്ത് റെഡ് തൊപ്പിയാണല്ലോ സാന്റാക്ലോസിനുള്ളത്. അപ്പോൾ തൊപ്പിയുടെ ഭാഗത്ത് നമുക്കിതുപോലെ റെഡ് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത കോട്ടൺ സാന്റാക്ലോസിൻ്റെ തൊപ്പിയുടെ താഴ്ഭാഗത്ത് വൈറ്റ് കളറുണ്ട്, അതുപോലെ തൊപ്പിയുടെ അറ്റത്തും വൈറ്റ് കളറാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് കോട്ടൺ ബോൾസാക്കി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സാന്റാക്ലോസിൻ്റെ മീശ, താടി ഇതൊക്കെ നമുക്ക് ഇതുപോലെ പഞ്ഞീനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂവോ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. പഞ്ഞി ആയത് കാരണം പെട്ടെന്ന് ഒട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാന്റാക്ലോസിൻ്റെ കൈയും കാലും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് എടുത്ത് നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഉരുട്ടി ഒരു റോൾ രൂപത്തിൽ, എന്നാൽ കുറച്ച് പരന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ കൈക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിക്ക് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനെ റെഡ് കളറ്, ഞാൻ പറഞ്ഞല്ലോ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സാണല്ലോ, അപ്പോൾ അതിൻ്റെ കൈ എന്ന രീതിയിൽ റെഡ് പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാന്റാക്ലോസിൻ്റെ ഷൂ ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാനൊരു ഷൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് സ്പോഞ്ച് യൂസ് ചെയ്യാം, അതല്ല തെർമോക്കോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഉള്ളത് കാരണം അതിൽ ഒരു ഷൂവിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുകയാണ്. ഷൂ ആയത് കാരണം തന്നെ അതിന് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്.
അപ്പോൾ ഇനി അടുത്ത പരിപാടി സാൻഡയുടെ ഫേസും കൈയും കാലും ഒക്കെ ഷൂ ഒക്കെ നമുക്ക് ഈ ബോഡിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സാൻഡയുടെ ഫേസിൽ ഞാൻ മീശയും താടിയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ കുപ്പിയുടെ ഈ ക്യാപ്പുള്ള ഭാഗത്തേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൈ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. നമ്മൾ നേരത്തെ ഒട്ടിച്ചതൊക്കെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താലും ഇത് സ്റ്റിക്കാവും, പക്ഷേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ഫേസ് ആണെങ്കിലും കൈ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യേണ്ടത് കാരണം ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് എന്നാൽ നല്ലതുപോലെ സ്റ്റിക്കായി നിൽക്കും. അപ്പോൾ രണ്ട് വശത്തും ഇതുപോലെ തന്നെ കൈ പോലെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഷൂ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അടിഭാഗത്ത് കുറച്ച് ഉള്ളോട്ട് കയറ്റി സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിങ്ങനെ സ്പോഞ്ചായത് കാരണം ഞാൻ അതിൻ്റെ അറ്റം അതിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കൈയുടെ അറ്റത്തും, അതായത് കൈയുടെ കുപ്പായത്തിൻ്റെ കൈയുടെ അറ്റത്തും വൈറ്റ് കളറായത് കാരണം ഞാൻ കുറച്ച് കോട്ടൺ അവിടെയും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ സാന്റാക്ലോസിൻ്റെ രൂപം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇതൊരു ബോട്ടിലാണെന്നൊന്നും പറയില്ല. ശരിക്കും സാന്റാക്ലോസിൻ്റെ രൂപം പോലെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഈ ഫേസിന് പകരം നിങ്ങൾക്ക് വേണ്ടിക്കൽ എഗ്ഷെല്ലിൽ സാന്റാക്ലോസിൻ്റെ രൂപം ഉണ്ടാക്കാം. എഗ്ഷെല്ലിൽ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ക്രാഫ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. എന്നിട്ട് അത് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പം അതിനടുത്ത് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിനുള്ളൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, അതിനടുത്ത് ഈ സാൻഡയുടെ ബോട്ടിൽ ക്രാഫ്റ്റ്, ഇതൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് സൈനിങ് ഓഫ് രൂപ്സ്.